എച്ച് വി എസ് സി സിസ്റ്റത്തിൽ ചില ഔട്ട്ലൈൻ പറയാൻ വേണ്ടിയാണ്. അതായത് നമ്മൾ സെൻട്രലൈസ് എ സി സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവാം. നമ്മുടെ ഷോപ്പിംഗ് മോൾസ് പോലത്തെ സ്ഥലങ്ങൾ, ഹോസ്പിറ്റൽ പോലത്തെ സ്ഥലങ്ങളിലെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചെറിയൊരു സ്പ്ലിറ്റ് എ സി വെക്കുന്നതിന് പകരം അവിടെ മൊത്തത്തിലൊരു വലിയൊരു ഒരു യൂണിറ്റ്, ഇത്ര ടണ്ണിൻ്റെ ഒരു യൂണിറ്റ് വെച്ചിട്ട് അതിൽ നിന്ന് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് തണുപ്പിച്ച് എയർ സപ്ലൈ ചെയ്യുന്ന ത്രൂ ഗ്രിൽസ്, ഡിഫ്യൂസർ, അങ്ങനെ യൂസ് ചെയ്യുന്ന പല കോമ്പണൻസ് യൂസ് ചെയ്തിട്ട് തണുപ്പിച്ചുള്ള എയർ പമ്പ് ചെയ്യുന്നൊരു സിസ്റ്റമാണ് സാധാരണ ഇതിൽ വരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കോമ്പണൻസാണ് അതിൽ കാണിച്ചേക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിലിംഗ് ആണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് വരുന്നത് ചില്ലർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചില്ലർ യൂണിറ്റ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ ചില്ലേഴ്സ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിവിധ തരം ടൈപ്പുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇതായിരിക്കും, ഈ ഒരു എക്യുപ്മെൻ്റ് ആയിരിക്കും നമുക്ക് അവിടുത്തെ എയർ തണുപ്പിക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ ഈ ചില്ലർ പ്ലാന്റുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് നമ്മളുടെ സാധാരണ എച്ച് വി എ സി സിസ്റ്റം അല്ലെങ്കിൽ സാധാരണ സ്പ്ലിറ്റ് എ സി സിസ്റ്റത്തിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സാധാരണ സ്പ്ലിറ്റ് എ സിയിലുള്ള ഒരു റെഫ്രിജറൻ്റ് എന്ന് പറഞ്ഞ ഒരു കൂളൻ്റ് അല്ലെങ്കിൽ ഒരു റെഫ്രിജറൻ്റ് എന്ന് പറഞ്ഞൊരു കെമിക്കൽ അല്ലെങ്കിൽ ഒരു ഗ്യാസാണ്. ഗ്യാസും ലിക്വിഡായിട്ടത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു സംഭവമാണ് നമ്മുടെ എയറിനെ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ അകത്ത് റെഫ്രിജറൻ്റ് ഉണ്ട്. എന്നാൽ ആ റെഫ്രിജറൻ്റ് കൊണ്ട് നമ്മുടെ ഈ ചില്ലർ തണുപ്പിക്കുന്നത് ഒരു വെള്ളത്തിനായിരിക്കും. അപ്പോൾ ആ വെള്ളം യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ എയർ നമ്മൾ കൂളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആവശ്യമുള്ള ടെമ്പറേച്ചറിന് വേണ്ടി കൂളാക്കി എടുക്കുന്നത്. ഇതാണ് അതിൽ തുടരുന്ന സിസ്റ്റം. അപ്പോൾ ഞാൻ ജനറലി ഇതിൻ്റെ ഒരു സ്പ്ലിറ്റപ്പ് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേപ്പർ കംപ്രഷൻ ചില്ലേഴ്സായിട്ടും വേപ്പർ അബ്സോർപ്ഷൻ ചില്ലേഴ്സായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെയിൻലി നമ്മൾ പറയുമ്പോൾ വാട്ടർ കൂൾഡ് ചില്ലർ, എയർ കൂൾഡ് ചില്ലർ, ഇവാപറേറ്റീവ് ചില്ലർ, ഈ ഒരു 3 രീതിക്കാണ് പറയാറുള്ളത്. അപ്പോൾ അതിൻ്റെ കംപ്രസറിനെ ബേസ് ചെയ്തും പല ടൈപ്പ് കംപ്രസേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. റോട്ടറി ടൈപ്പ് കംപ്രസറും പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് ടൈപ്പ് കംപ്രസർ എന്നൊക്കെ പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കംപ്രസർ നമുക്ക് അവൈലബിൾ ആണ്. എയർ കൂൾഡ് ചില്ലർ, വാട്ടർ സ്ക്രോൾ ചില്ലർ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചില്ലറും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ കോമ്പോണൻ്റാണ് വൺ ഓഫ് ദ കീ കോമ്പോണൻറ്റ്സ് നമ്മുടെ വലിയ ബിൽഡിങ്സിൽ കൂളിംഗ് പർപ്പസിന്. ഇതിൻ്റെ ചെറിയ വെർഷൻസ് നമുക്ക് പല ചെറിയ ആവശ്യങ്ങൾക്കും യൂസ് ചെയ്യാറുണ്ട്. എന്നാലും പൊതുവെ നോർമൽ ഒരു എ സി വർക്ക് ചെയ്യണേക്കാളും കുറേ ഡിഫറെൻറ്റ് കോമ്പോണൻറ്റ്സ് കൂടി ചേരുമ്പോഴാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രോപ്പർലി സാധ്യമാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് വർക്കിംഗ് ആണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ 1 എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്നതാണ് ചില്ലർ വച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സപ്ലൈ ചിൽഡ് വാട്ടർ പൈപ്പ്, അതായത് ഈ ചില്ലറിൽ കൂടി വെള്ളം പാസ് ചെയ്ത് അത് കൂളാക്കി എടുത്തിട്ട് അത് ഓരോ ഫ്ലോറിലേക്ക് സപ്ലൈ ചെയ്യുക. അപ്പോൾ ഓരോ ഫ്ലോറിൽ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഫാൻ കോയിൽ യൂണിറ്റ് എന്നൊക്കെ പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എയറുമായിട്ട് ഈ എയറിനെ കൂൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് വരുന്ന ഈ തണുത്ത വെള്ളമാണ് അതിൻ്റെ ആ ഒരു മെഷീനിലുള്ള ഫാനിലെ എയറുമായിട്ട് മിക്സ് ചെയ്തുകൊണ്ട്, മിക്സ് ചെയ്യുക മീൻസ് അതിൻ്റെ അകത്ത് ഫിങ്സ് ഉണ്ടാവും. ആ ഫിങ്സിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ എയർ ആ ഫിങ്സിൻ്റെ ത്രൂ കയറി ഇറങ്ങി പോകുമ്പോഴത്തേക്കും ആ എയറിൻ്റെ തണുപ്പ് കാറ്റ് വലിച്ചെടുക്കും. അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ചൂട് അബ്സോർബ് ചെയ്ത് ആ വെള്ളം തണുപ്പ് എയറിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ ആ ഓരോ ഫ്ലോറിലും ഓരോ മെഷീൻസിലേക്കും ഇങ്ങനെ വെള്ളം കൊടുക്കുക. അപ്പോൾ അത് ബ്ലൂ കളറിലായിട്ട് ആ സ്കെച്ച് ചെയ്തേക്കണ കാണാം. അതിൻ്റെ അകത്തേക്ക് തണുത്ത വെള്ളം വരുന്നു എന്നുള്ളത്. എന്നിട്ട് റെഡായിട്ട് പോകുന്നത് ആ എയറിലുണ്ടായിരുന്ന ഹീറ്റ് ആ വെള്ളത്തിലേക്ക് കൊടുക്കുന്നു എന്നുള്ള മീനിങ്ങിലാണ് അത് ഹോട്ടായിട്ട് കാണിച്ചേക്കുന്നത്. അപ്പോൾ അതിനെ സപ്ലൈ ചിൽഡ് വാട്ടർ പൈപ്പ് എന്ന് വിളിക്കും. ആ ബ്ലൂവിനെ മറ്റേതിനെ റിട്ടേൺ ചിൽഡ് വാട്ടർ പൈപ്പ് എന്ന് വിളിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പമ്പിങ്ങിന് വേണ്ടി നമ്മളൊരു പമ്പ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1 ചില്ലർ എന്ന് പറഞ്ഞാൽ 2 പമ്പ്സ്. പിന്നെ മേക്കപ്പ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഈ വെള്ളം കുറഞ്ഞു പോകുമ്പോൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ആണ്. നമുക്ക് വാട്ടറിൻ്റെ ലോസസ് ഒക്കെ വരും. പിന്നെ എയർ സെപ്പറേറ്റർ, ഈ വെള്ളം ഇതിങ്ങനെ കോൺസ്റ്റൻ്റ്ലി പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ
ചില സ്ഥലങ്ങളിൽ ബബിൾസ് ഫോം ചെയ്ത് അല്ലെങ്കിൽ എയർ പോക്കറ്റ്സ് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ളതാണ് എയർ സെപ്പറേറ്റർ. എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റാണ് നമ്മുടെ ഫ്ലോർസിലുണ്ടാകുന്ന മെഷീൻസ്. അതായത് നമ്മൾ ഈ മോൾസിലൊക്കെ പോകുമ്പോൾ നമുക്ക് എയർ കിട്ടുന്ന, കോമൺ ഏരിയ കൂടെയൊക്കെ നടക്കുമ്പോൾ നമുക്ക് എയർ കിട്ടുന്ന കാണാം. അപ്പോൾ അത് എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റാണ് ആ എയർ പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ പമ്പ് ചെയ്യുന്ന എയറിനെ തണുപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വെള്ളം കൊണ്ടുപോകുന്നത്. ഈ 6 എന്നൊക്കെ കാണുന്ന ഫാൻ കോയിൽ യൂണിറ്റ്. അപ്പോൾ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് സാധാരണ വലിയൊരു ഏരിയയിലേക്ക് ഉള്ള എയർ സപ്ലൈ ചെയ്യാനൊക്കെയാണ് പൊതുവെ ഉപയോഗിക്കുന്നത്. ഫാൻ കോയിൽ യൂണിറ്റ് ഒരു ചെറിയ റൂം പോലത്തെ അതിൽ ചെയ്തിട്ട് അവിടുത്തെ കൂളിംഗ് റിക്വയർമെൻറ്റിനൊക്കെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഫാൻ കോയിൽ യൂണിറ്റിലൊക്കെ കുറച്ചും കൂടി ബെറ്റർ നമുക്ക് അതിൻ്റെ വെള്ളത്തിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്ത് അവിടുത്തെ കൂളിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റിലും പറ്റുമെങ്കിലും എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് ഒരു ബൾക്ക് ഏരിയയിലൊക്കെ ആയിരിക്കും സാധാരണ യൂസ് ചെയ്യാൻ സാധ്യത. ചെറിയൊരു ഏരിയയിലൊക്കെ ആയിരിക്കും, കമ്പാരിറ്റീവ്ലി സ്മോൾ റൂംസ് പോലത്തെ ഏരിയയിലൊക്കെ ആയിരിക്കും എയർ ഹാൻഡ്ലിംഗ് ഫാൻ കോയിൽ യൂണിറ്റൊക്കെ ഉപയോഗിക്കാൻ ഉള്ള സാധ്യത. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ്. അപ്പോൾ ചില്ലറ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ മെയിൻലി 2 മനസ്സിലാക്കേണ്ടത് എയർ കൂൾഡ് ചില്ലറാണ്. അപ്പോൾ എയർ കൂൾഡ് ചില്ലറിൻ്റെ ലുക്ക് ഇങ്ങനെയായിരിക്കും. വാട്ടർ കൂൾഡ് ചില്ലറിൻ്റെ ലുക്ക് ഈ ഒരു മോഡലായിരിക്കും. അപ്പോൾ അതിന് ഡിഫറെൻറ്റ് പാർട്സാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. എയർ കൂൾഡ് ചില്ലറിൻ്റെ അകത്തുള്ള ഡിഫറെൻറ്റ് അതിൻ്റെ പാർട്സൊക്കെ കൊടുത്തിട്ടുണ്ട്. കംപ്രസർ ഇല്ലാത്തതുണ്ടാവും, കംപ്രസർ ഉണ്ടാവും, പ്രഷർ ഗേജുകളുണ്ടാവും, കണ്ടൻസർ ഉണ്ടാവും. കണ്ടൻസർ എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മുടെ ഹീറ്റ് പുറത്തേക്ക് ഡിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലാണ് ഈ നമ്മുടെ വെള്ളത്തിനെ തണുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത് ഇതിൻ്റെ അകത്ത്. പിന്നെ എക്സ്പാൻഷൻ വാൽവ് അതൊക്കെ അതിൻ്റെ കൂളൻ്റ് എക്സ്പാൻഡ് ചെയ്യാനൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഒരു നോർമൽ എ സിയുടെ വർക്കിംഗ് ആദ്യം മനസ്സിലാക്കിയിട്ട് ഇത് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അതിൻ്റെ അകത്താണ് ഈ പറഞ്ഞ കോമ്പണൻസ് ഒക്കെ ഉള്ളത്. എക്സ്പാൻഷൻ വാൽവ്, ഇവാപ്പറേറ്റർ, കംപ്രസർ എന്നൊക്കെ പറഞ്ഞാൽ ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ ഹയർ വെർഷനാണിത്. പക്ഷേ നോർമൽ എ സി, നമ്മുടെ വീട്ടിലുള്ള എ സി എയറിനെയാണ് തണുപ്പിക്കണമെങ്കിൽ ഈ ചില്ലറ് തണുപ്പിക്കുന്നത് വാട്ടറിനെ ആയിരിക്കും. ആ വെള്ളമാണ് നമ്മൾ നേരത്തെ കണ്ട പോലെ പമ്പിങ് ചെയ്ത് ഓരോ ഫ്ലോറിലൊക്കെ ഉള്ള മെഷീൻസിലേക്ക് എത്തിക്കുന്നത്. അതിൻ്റെ കോമ്പണൻസ് വിശദമായിട്ട് ഇവിടെ വരച്ചേക്കുന്ന കാണാം. വാട്ടർ കൂൾ ചില്ലറിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അതും എയർ കൂൾ ചില്ലർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, എയർ കൂൾ ചില്ലറിൽ ഇവിടെ കാണാം ഈ ടോപ്പിലിരിക്കുന്നതെല്ലാം ബ്ലോവർ ഫാൻസാണ്. അപ്പോൾ അല്ലെങ്കിൽ കണ്ടൻസർ ഫാനാണ് ഈ 12 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്, കണ്ടൻസർ ഫാൻ. അപ്പോൾ ഈ കണ്ടൻസർ ഫാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അത് ഓണായിക്കൊണ്ട് നമ്മുടെ കൂളൻ്റ്, ഇതിൻ്റെ അകത്ത് കൂളൻ്റ് ഉണ്ട്. ഇത് കൂടെ വാട്ടർ പാസ് ചെയ്യുമ്പോഴത്തേക്കും ആ കൂളൻറ്റിലെ തണുപ്പ് വെള്ളത്തിലേക്ക് പോകും. അതേ ടൈം തന്നെ ആ വെള്ളത്തിലുള്ള ചൂട് കൂളൻ്റ് ചൂടാവും. അപ്പോൾ ആ കൂളൻറ്റിനെ എത്രയും പെട്ടെന്ന് തണുപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈ ഫാൻ ഓണാക്കി ആ ഫാൻ അതെല്ലാം ഓട്ടോമാറ്റിക്കലി നടക്കുന്നതാണ്. അതിൻ്റെ അകത്ത് ഓണം ഓഫ് പ്രോസസ്സ് എല്ലാം പ്രോഗ്രാം ലോജിക് കൺട്രോളർ വഴിയൊക്കെ കൺട്രോൾഡ് ആയിരിക്കും. നമ്മളതിൽ വേറെ ഒന്നും ചെയ്യാനില്ല, സെപ്പറേറ്റ് നമ്മളായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഈ വാട്ടർ കൂൾ ചില്ലറിൽ ഈ പറഞ്ഞ കൂളിംഗ് പ്രോസസ്സിന് വേണ്ടി നമ്മൾ വേറൊരു കൂളിംഗ് ടവർ എന്ന് പറഞ്ഞൊരു ഇവിടെ ഈ കോമ്പണൻറ്റ് കാണാം, 13 എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്ന കൂളിംഗ് ടവറാണ്. അപ്പോൾ ഈ കൂളിംഗ് ടവർ എന്ന് പറഞ്ഞാൽ ആ ഒരു കോമ്പണൻറ്റ് ഇതിൻ്റെ അകത്തേക്ക് എക്സ്ട്രാ കയറി വരും. മാത്രമല്ല നമ്മുടെ വാട്ടർ കൂൾ ചില്ലറിൻ്റെ ആ പേരിൽ എയർ കൂൾ വാട്ടർ കൂൾ ചില്ലറിലും ഞാൻ പറഞ്ഞ ആദ്യത്തെ വർക്ക് പാർട്ട് സെയിമാണ്. അതായത് നമ്മുടെ വെള്ളത്തിനെ തണുപ്പിക്കുന്നു, ആ വെള്ളം ഓരോ മെഷീൻസിലേക്ക് പോകുന്നു എന്നുള്ള സംഭവം സെയിമാണ്. എന്നാൽ നമ്മുടെ കൂളൻ്റ് ചൂടാകുമ്പോൾ അതിനെ തണുപ്പിക്കാൻ വേണ്ടി വേറെ സെക്ഷൻ വെള്ളം നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് ഇവിടെ വരും. അപ്പോൾ ആ വെള്ളം കൂളൻറ്റിൻ്റെ ചൂട് വലിച്ചെടുത്തിട്ട് സ്വയം ചൂടാവുകയും അതിനെ തിരിച്ച് തണുപ്പിക്കാൻ വേണ്ടി നമ്മൾ കൂളിംഗ് ടവർ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ഫൗണ്ടൻ പോലത്തെ ഒരു മെക്കാനിസം നമ്മൾ യൂസ് ചെയ്തിട്ട് അതിലൊരു ഫാനായിരിക്കും ഉണ്ടാവും, അല്ലെങ്കിൽ 1-2 ഫാനായിരിക്കും ഉണ്ടാകുന്നത്. എന്നിട്ട് അതിങ്ങനെ ഡ്രിപ്പ് പോലെ ഫൗണ്ടൻ പോലെ ഇങ്ങനെ വീഴ്ത്തി അതിൽ ചൂടിന് നമ്മൾ കളഞ്ഞ് അതിനെ നോർമൽ വെള്ളമാക്കി എടുത്തിട്ട് തിരിച്ച് കൂളൻറ്റിൽ ചൂട് അബ്സോർവ് ചെയ്യാൻ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു പ്രോസസ് 13, 14 ആ ഒരു പാർട്ട് അതിലാണ് വരുന്നത്. പമ്പ് യൂസ് ചെയ്തിട്ട് ആ വെള്ളം കണ്ടിന്യൂസ്ലി പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സൈഡിലുള്ള വെള്ളം നമ്മുടെ മെഷീൻസിലേക്ക് പോകുന്ന വെള്ളം തമ്മിൽ ബന്ധമില്ല.
അപ്പോൾ അതാണ് ഈ രണ്ടാമത്തെ ഡ്രോയിങ്ങിൽ കാണിച്ചേക്കുന്നത്. നമ്മുടെ ഇത് ഇപ്പോൾ വാട്ടർ കൂൾഡ് ചില്ലറൊക്കെ മിക്കവാറും ബേസ്മെൻറ്റ് പോലത്തെ സ്ഥലങ്ങളിൽ ഗ്രൗണ്ട് ലെവലിലേക്ക് വയ്ക്കുന്നത്. എയർ കൂൾഡ് ചില്ലർ മിക്കവാറും ടോപ്പ് സ്റ്റേഴ്സിലൊക്കെ ആയിരിക്കും കാണാറ്. അപ്പോൾ ഈ വാട്ടർ കൂൾഡ് ചില്ലറിൽ നമുക്ക് കാണാം ഇവിടെ റെഡ് ബ്ലൂ ലൈൻസ് പോയേക്കുന്നത്. അത് ബ്ലൂ ലൈൻ കാണിക്കുന്നത് തണുത്ത വെള്ളമാണ്. അത് ഓരോ ഫ്ലോറിലുള്ള മെഷീൻസിലേക്കും ഫാൻ യൂണിറ്റ് ആകുമ്പോൾ ചിലപ്പോൾ AHU ആയിരിക്കും, അപ്പോൾ അതിലേക്കൊക്കെ പോയിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് തിരിച്ച് ഹോട്ടായിട്ട് അത് തിരിച്ച് വരുന്നു, അത് കൂളായിട്ട് പിന്നെയും തിരിച്ച് മുകളിലേക്ക് പോകുന്നു. ഈ പ്രോസസ്സ് അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. മീൻ വൈൽ നമുക്ക് ഇവിടെ പച്ചയും മഞ്ഞയായിട്ട് ഇവിടെ ഒരു സെറ്റ് കാണാം. 6 എന്ന് പറഞ്ഞ് എഴുതിയിട്ട് കൂളിംഗ് ടവർ എന്ന് പറഞ്ഞ് എഴുതിയൊക്കെ കാണാം. അപ്പോൾ ഈ കൂളൻറ്റിനെ തണുപ്പിക്കാൻ വേണ്ടി അവിടെ വേറൊരു മെക്കാനിസം വർക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനും പമ്പിങ്ങും ഉണ്ട്. അപ്പോൾ ഈ വെള്ളം ഒരിക്കലും മിക്സ് ആവില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ടൈപ്പ് പമ്പ് മോട്ടർ സെറ്റാണ് ഈ കാണിച്ചേക്കുന്നത്. അത് വ്യക്തമാക്കാൻ വേണ്ടി നമുക്ക് ഈ ഇമേജ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ നോർമൽ AC വീട്ടിലെ ACയിൽ നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വയ്ക്കുന്നത് ഈ കണ്ടൻസറാണ്. കണ്ടൻസറിൽ ചെല്ലുന്നത് ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ വേപ്പർ സ്റ്റേറ്റിലാണ് ചെല്ലുന്നത്. അത് തിരിച്ച് കണ്ടൻസറിൻ്റെ ആ ഫാൻ നമ്മൾ ഔട്ട്ഡോർ യൂണിറ്റിലൊക്കെ ഫാൻ വെച്ചൊക്കെ വേണം. അത് വർക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ എക്സ്പാൻഷൻ വാൽവ് എന്ന് പറഞ്ഞൊരു വാൽവ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അത് ഇത് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ അതിന് ശേഷം അത് ലോ ടെമ്പറേച്ചർ ലോ പ്രഷർ ലിക്വിഡ് പ്ലസ് വേപ്പർ മോഡിലായിരിക്കും. എന്നിട്ട് ഇവാപ്പറേറ്ററിലേക്ക് അത് ചെല്ലും. കൂളായിട്ടായിരിക്കും ചെല്ലുന്നത്. ഇവാപ്പറേറ്ററിൻ്റെ അകത്താണ് നമ്മുടെ ഇൻഡോർ യൂണിറ്റ്. ഇവാപ്പറേറ്ററാണ് നമ്മുടെ ഇൻഡോർ യൂണിറ്റ്. അപ്പോൾ ഇൻഡോർ യൂണിറ്റിൽ നമ്മുടെ റൂമിൻ്റെ അകത്തുള്ള എയറുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ എയർ തണുക്കുകയും അതിൻ്റെ അകത്ത് ആ എയറിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നിട്ട് പതുക്കെ അതടുത്ത് കംപ്രസറിൽ ചെല്ലുന്നു. കംപ്രസറിൽ ചെല്ലുന്ന ടൈമിൽ അത് തിരിച്ച് അതായത് ലോ ടെമ്പറേച്ചർ ലോ പ്രഷർ വേപ്പറിനെ തിരിച്ച് ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ വേപ്പർ, അതായത് കംപ്രസറിലൊക്കെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഹീറ്റ് അബ്സോർവ് ചെയ്തിട്ടുണ്ടാവും. ഇവാപ്പറേറ്ററിൽ നിന്ന് ഹീറ്റൊക്കെ അബ്സോർവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിന് ഹൈ ടെമ്പറേച്ചറായിട്ടായിരിക്കും ഇരിക്കുന്നത്. അതിൻ്റെ കംപ്രസ് ചെയ്ത് ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ വേപ്പറായിട്ടിരിക്കും. അപ്പോൾ ഇതാണ് റെഫ്രിജറേഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോസൊക്കെ ഇങ്ങനെ നമ്മുടെ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്, ACയുടെ വർക്കിംഗ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. ഞാൻ ജസ്റ്റ് എൻ്റെ തിയറി പാർട്ട് പറയാൻ വേണ്ടി ഇതെടുത്ത് കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ ഇതിനാണ് റെഫ്രിജറേഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ചില്ലർ പ്ലാന്റിൻ്റെ അകത്ത് എയർ കൂൾഡ് കണ്ടൻസർ എന്ന് പറഞ്ഞ ആ പാർട്ടുണ്ടല്ലോ, അതായത് നമ്മളിപ്പോൾ ഫാനിൻ്റെ കേസ് കാണിച്ചില്ലേ, ആ പാർട്ടിലേക്ക് എയർ വെച്ച് കൂൾ ചെയ്യുന്നു. മീൻവെൽ നമുക്ക് ഇതിൽ കാണാം നമ്മുടെ റെഫ്രിജറൻ്റ് ഇവിടെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ അല്ലെങ്കിൽ നമ്മുടെ ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കോൾഡ് വാട്ടർ സപ്ലൈ എന്നൊക്കെ പറഞ്ഞ് എഴുതിയേക്കുന്നതാണ്. അതായത് അവിടെ കൂടി ഒരു വാട്ടർ അതിൻ്റെ അകത്തുകൂടി കയറി ഇറങ്ങി പോകുന്നുണ്ട്. ആ വെള്ളം തണുപ്പിക്കപ്പെടും. എന്നിട്ടത് നമ്മുടെ എക്യുപ്മെൻറ്റിലേക്ക് സപ്ലൈ ചെയ്യും. ബാക്കി ആ സെയിം പരിപാടികൾ തന്നെ നമ്മൾ നേരത്തെ കണ്ട റെഫ്രിജറേഷൻ സൈക്കിളിൽ അതേ പരിപാടികൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. കംപ്രസ് ചെയ്യുന്നു, ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ അത് കഴിഞ്ഞിട്ട് കണ്ടൻസർ വഴി അതിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കുന്നു. എന്നിട്ട് എക്സ്പാൻഷൻ വാൽവ് അത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും കൂളാവുന്നു. തിരിച്ച് ഹീറ്റ് എക്സ്ചേഞ്ചർ അല്ലെങ്കിൽ ഇവാപ്പറേറ്ററിലേക്ക് ചെല്ലുന്നു. എയർ കൂൾ ചില്ലറിൻ്റെ വ്യത്യാസം ഇവിടെ കാണാം. എയർ കൂൾ ചില്ലറിൽ കണ്ടൻസറിൻ്റെ കൂളൻ്റ് തണുപ്പിക്കാൻ വേണ്ടി കൂളിംഗ് ടവറിലേക്ക് ഒരു സർക്കുലേഷൻ കൂടി വരുന്നു. ബാക്കി സെയിം തിങ് ആണ്, എല്ലാം സെയിം സാധനം തന്നെയാണ് ഇതിൻ്റെ അകത്ത് കാണാം. ഇവാപ്പറേറ്റർ കൂടെ പ്രൈമറി സപ്ലൈ പ്രൈമറി റിട്ടേൺ എന്നൊക്കെ പറഞ്ഞാൽ കാണാം. അത് വെള്ളം പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ആ പച്ച നിറത്തിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ റെഫ്രിജറൻറ്റിൻ്റെ ഫ്ലോ. അപ്പോൾ കണ്ടൻസറിൻ്റെ അവിടെ ഫാനിന് പകരം ഈ കൂളിംഗ് ടവർ ആയിരിക്കും ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യത്യാസം.